അച്ഛൻ വന്ന് സംസാരിച്ചപ്പോൾ എല്ലാവരും കൂടി ബഹളം വെച്ചു. അങ്ങനെ അങ്ങനെ ഒന്നും നടക്കില്ലെന്ന് അവര് തീർത്തു പറഞ്ഞു. ഇത്ര പൊട്ടിയായി പോയല്ലോ താൻ. എടോ, അച്ഛനും അമ്മ ഇങ്ങോട്ടാ വരാൻ പോകുന്നത്. എടോ, തന്നെ കണ്ട് നമ്മുടെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാനായിട്ട് അച്ഛനും അമ്മ ഇങ്ങോട്ടാ വരാനെന്ന്. കൊലപാതകികൾ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അന്നും കാണണം ഈ ചങ്കുറ്റം. അന്നും ഈ പ്രതികാരത്തിന്റെ പേര് പറയണം. വയസ്സായില്ലേ നിങ്ങൾക്ക്? എവിടെങ്കിലും ഭഗവാന്റെ നാമവും ജപിച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കും. അല്ലെങ്കിൽ നേരെ നിൽക്കാനുള്ള കെൽപ്പുണ്ടാവില്ല. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിലോ? ഒരു ശത്രുവിന്റെ മുമ്പിലാ നിൽക്കുന്നതെന്ന് ഒരു ബോധം പോലും ഇല്ല. എനിക്ക് അങ്ങനെ ആരെ എതിർക്കാൻ പറ്റില്ല. അത്രയ്ക്ക് കടപ്പാടുണ്ട് ഈ വീടിനോട് എനിക്ക്. അനുസരിക്കേണ്ടവരെ അനുസരിക്കണം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവര് പറയുന്നത് മാന്യമായ കാര്യങ്ങളാണെങ്കിൽ മാത്രം അനുസരിക്കുക, അല്ലാത്തത് നിഷേധിക്കുക. എതിർത്ത് പറയുന്നത് അഹങ്കാരാണെന്നൊരു ചിന്തയെ പാടില്ല. നമുക്കൊരു കാര്യം മനസ്സിൽ തോന്നിയ 100 തവണ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, അത് തെറ്റാണോ ശരിയാണോ എന്ന്. എന്നിട്ട് ശരിയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിലങ്ങ് ഉറച്ചു നിൽക്കണം. കുഞ്ഞാള് മുതലേ അങ്ങനെ ആരെയും എതിർത്ത് ശീലമൊന്നുമില്ല. എല്ലാവരോടും സ്നേഹവും കരുണയും കാണിക്കാനാ അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും കാലം എന്റെ ജീവിതത്തില് അത് ബാധിക്കുകയും ചെയ്തു. സ്നേഹം, കരുണ, ദയ അതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വീടിന്റെ 4 മൂലയിൽ ഒതുങ്ങുന്ന പെണ്ണുങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അവള് ശബ്ദിക്കാൻ പാടില്ല, പലപ്പോഴും പലർക്കും മുകളിൽ അവളുടെ ശബ്ദം ഉയരാൻ പാടില്ല. ആ കാലമൊക്കെ മാറി. മാഡത്തിന് ഇതൊക്കെ നിസ്സാരമായിട്ട് പറയാം. മാഡത്തിന് അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ട്, ആളുകളുമായിട്ട് അങ്ങനെ ഇടപഴകിയിട്ടുമുണ്ട്. അത് തെറ്റാണ്. സമൂഹത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുന്നവർക്ക് മാത്രം സ്പെഷ്യലായിട്ട് ധൈര്യമൊന്നുമില്ല. ഞാൻ നല്ല ചങ്കൂറ്റുള്ള തട്ടുകടക്കാരി ചേച്ചിമാരെ കാണാറുണ്ട്. വഴിവക്കിലിരുന്ന് കച്ചവടം നടത്തുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. അവരിൽ ചിലർ എത്ര ഭംഗിയായിട്ട് ഈ ലോകത്തെ കുറിച്ച് സംസാരിക്കുന്നതെന്നറിയോ? ചിന്തിക്കാൻ ആർക്കും തടസ്സമില്ല രാധിക. നീ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിനേക്കാൾ കൂടി എന്ത് ധൈര്യം നിനക്ക് വേണ്ടത്? സോ ഇന്ന് മുതൽ ഒരു തീരുമാനം മനസ്സിലെടുക്കണം. തെറ്റെന്ന് നിനക്ക് തോന്നുന്ന ഒരു കാര്യം തെറ്റാണെന്ന് തന്നെ ഉറക്കെ വിളിച്ചു പറയണം. അതിലൊരാളുടെ മുഖം നോക്കരുത്. മനസ്സിലായോ? മാഡം ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് മാഡം കോടതിയിൽ വാദിച്ച രീതിയൊക്കെ കണ്ടപ്പോ. ആദ്യം നമുക്ക് ഈ മേഡം വിളി എന്നേക്കുമായിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ആരതി ചേച്ചി, എന്താ അത് പറ്റില്ലേ?